friends, good morning all. Welcome back to my another video. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്രീസിയേഷൻ ഡിസ്കസ് ചെയ്തു. ഹൗ ടു മേക്ക് ആൻ അപ്രീസിയേഷൻ, എങ്ങനെ ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ഫിഗർ ഓഫ് സ്പീച്ച്? ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ്. ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്രീസിയേഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് നമ്മൾ ആ ഒരു അപ്രീസിയേഷൻ എഴുതണം. ആ ഒരു മിഡിൽ ഭാഗമായിട്ട് ആ ഒരു പോം എക്സ്പ്ലെയിൻ ചെയ്ത് എൻഡിങ്ങിൽ എത്തുമ്പോൾ നമ്മൾ അതിലെ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ അതുപോലെ തന്നെ റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം ഒക്കെ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇന്നത്തെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അതിന് കണക്ട് ആയിട്ട് തന്നെ ഞാൻ ഫിഗർ ഓഫ് സ്പീച്ച് എന്നൊരു ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കണക്ഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് എന്താണ് ഇതെന്ന് മനസ്സിലാവും ചെയ്യും. ആ ഒരു പോം കിട്ടിയാൽ നമുക്ക് എങ്ങനെ അതിൽ ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ എഴുതാമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് അത് ഈ അപ്രീസിയേഷൻ കഴിഞ്ഞ പാടെ ഞാൻ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഫിഗർ ഓഫ് സ്പീച്ച് ഡിസ്കസ് ചെയ്യാം. ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ്. എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് നോക്കാം. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാല് സാഹിത്യ ഭാഷകളിൽ ഉപയോഗിക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങളെയാണ് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയാം. അതായത് നമ്മളൊരു പോം എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ബ്യൂട്ടി ഉണ്ടാവണം അല്ലെ, എന്നെങ്കിൽ മാത്രമേ നമുക്കതൊരു ആ ഒരു വായനക്കാർക്ക് അത് കൂടുതൽ രസകരമാവുള്ളൂ അല്ലെ. അത്രയും നല്ലൊരു നമുക്ക് വായിക്കുന്നതൊക്കെ അതൊരു രസകരമായി തോന്നുള്ളൂ. അതിന് കുറച്ച് ആലങ്കാരികത, ഒരു എക്സാജറേഷൻ, ഒരു ആലങ്കാരികതയൊക്കെ കൊടുക്കണം. നമ്മൾ പോം എഴുതുമ്പോൾ അത് കൂടുതൽ രസകരമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളെയാണ് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയാം. അതായത് സാഹിത്യ ഭാഷകളിൽ ഉപയോഗിക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് എന്ന് പറയാം. ഓക്കെ, ആദ്യം അതെന്താണ് നമുക്ക് ക്ലിയർ ആയി അല്ലെ. എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫിഗർ ഓഫ് സ്പീച്ചിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് എടുത്ത് പഠിക്കാം. സിമിലി. സിമിലി എന്ന് പറഞ്ഞാൽ ഉപമിക്കുക. സിമിലി, വാട്ട് ഈസ് സിമിലി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമിലി എന്താ സിമിലി നോക്കാം. സിമിലി ഈസ് എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. യൂസിങ് ലൈക്ക് ഓർ ആസ് എന്താ പറയുന്നത്, ഒരേപോലെ അല്ലാത്ത രണ്ട് വസ്തുക്കളെ ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് അഥവാ പോയറ്റിക് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഉപമ എന്ന് പറയും, ഉപമിക്കൽ എന്ന് പറയും. കേട്ടിട്ടുണ്ടാവും അല്ലെ, മലയാളത്തിൽ ഉപമിക്കൽ എന്ന് പറയും. അതായത് സിമിലി ഈസ് എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. ലൈക്ക് അല്ലെങ്കിൽ ആസ് വെച്ചിട്ടാണ് നമ്മൾ അത് പറയാ. ലൈക്ക് അല്ലെങ്കിൽ ആസ്. ഒരു പോമില് ലൈക്ക് ഓർ ആസ് ഉണ്ടെങ്കിൽ അത് സിമിലി ആണ്, നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. ലൈക്ക് ഓർ സിമിലി ആകുമ്പം ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉണ്ടാവും. അതായത് ഒരുപോലെ അല്ലാത്ത രണ്ട് വസ്തുക്കളെ ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്ന് വിശേഷിക്കണം. ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്ന് ഉപമിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമിലി യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാകും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി. ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി. ജീവിതം ഒരു യാത്ര പോലെയാണ്. അതായത് ഒരുപോലെ അല്ലാത്ത രണ്ട് വസ്തുക്കൾ അല്ലെ, ജീവിതം യാത്ര. ഒരുപോലെ അല്ലാത്ത രണ്ട് വസ്തുക്കളെ ഒന്ന് മറ്റൊന്ന് പോലെയാണ് എന്ന് പറയാനാണ് നമ്മൾ സിമിലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി. അത് യൂസ് ചെയ്യാൻ ലൈക്ക് അല്ലെങ്കിൽ ആസ് ചേർക്കുമെന്ന് പറഞ്ഞു. സിമിലി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉണ്ടാവും. ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി എന്താ പറയുന്നത്, ജീവിതം ഒരു യാത്ര പോലെയാണ്. ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി പോലെയാണ്, ജീവിതം ഒരു യാത്ര പോലെയാണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് കേച്ച് ചെയ്യാൻ പറ്റൂല. ഷീ ഈസ് ലൈക്ക് എ പ്രിൻസസ്. ഷീ ഈസ് ലൈക്ക് എ പ്രിൻസസ്. അവൾ രാജകുമാരിയെ പോലെയാണ്. അവൾ രാജകുമാരിയെ പോലെയാണ്. ഷീ ഈസ് ലൈക്ക് എ പ്രിൻസസ് പോലെയാണ്. അവൾ രാജകുമാരിയെ പോലെയാണ്. ഷീ ഈസ് ലൈക്ക് എ പ്രിൻസസ് പോലെയാണ് എന്ന അർത്ഥത്തിലാണ് സിമിലി പറയാം. ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ഹി ഈസ് ആസ് സ്ട്രോങ് ആസ് ലയൺ. അവൻ സിംഹത്തെ പോലെ ശക്തനാണ്. ഹി ഈസ് ആസ് സ്ട്രോങ് ആസ് ലയൺ. എന്ത് നെക്സ്റ്റ് നോക്കിയേ. ഷീ ഈറ്റ്സ് ലൈക്ക് എ ബേർഡ്. ഷീ ഈറ്റ്സ് ലൈക്ക് എ ബേർഡ്. അവൾ പക്ഷിയെ പോലെ ഭക്ഷണം കഴിക്കുന്നു. പക്ഷിയെ പോലെ. ഷീ ഈറ്റ്സ് ലൈക്ക് എ ബേർഡ്. ഒന്ന് മറ്റൊന്നിനെ പോലെയാണ്. എക്സാമ്പിൾ മലയാളത്തിൽ നമ്മളല്ലേ വയല് കാണുമ്പോൾ പട്ട് വിരിച്ചതുപോലെയുണ്ട്, പച്ചപ്പട്ട് വിരിച്ചതുപോലെയുണ്ട്. ഇന്നത് ഇന്ന പോലെ എന്ന് പറയാം. ക്ലിയർ. ഈസ് ലൈക്ക് എ ജേർണി.
ഷീ ഈസ് ലൈക്ക് ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി, ഷീ ഈസ് ലൈക്ക് എ പ്രിൻസസ്, ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ. ക്ലിയർ? അവൾ രാജകുമാലാകയെ പോലെയാണ്, അല്ലെങ്കിൽ അവൾ രാജകുമാരിയെ പോലെയാണ് എന്നൊക്കെ പോലെ എന്ന് പറയുന്നത്, അതാണ് സിമിലി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് വൺ ഈസ് മെറ്റഫർ. മെറ്റഫർ എന്താ നോക്കാം നമുക്ക്. മെറ്റഫർ ഇസ് എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് സ്റ്റാർട്ടിങ് ദാറ്റ് വൺ ഈസ് അതർ. അതായത് ഒരുപോലെ സിമിലിയിൽ നിന്ന് ചെറിയ വ്യത്യാസമാണ് മെറ്റഫറിനുള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് മെറ്റഫർ ഡിസ്കസ് ചെയ്യാൻ പറ്റും. കാരണം സിമിലി പറഞ്ഞ ഒന്ന് മറ്റൊന്നിനെ പോലെയാണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ലാത്ത രണ്ട് വസ്തുക്കളെ ഇത് അത് തന്നെയാണ് എന്ന് പറയുന്നത്. അത് പോലെയല്ല, ഇത് അത് തന്നെയാണെന്നാണ് അർത്ഥത്തിൽ. സിമിലി മെറ്റഫറിനെയും എക്സാമ്പിൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ശ്രദ്ധിച്ചേ, സിമിലിയിൽ നമ്മൾ പറഞ്ഞു ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി. ലൈഫ്, ജീവിതം എന്ന് പറയുന്നത് യാത്ര പോലെയാണ്, അതാണ് സിമിലി. മെറ്റഫറിൽ എന്താ വ്യത്യാസം നോക്കിയാൽ, ലൈഫ് ഈസ് എ ജേർണി, ജീവിതം യാത്രയാണ്, അത് തന്നെയാണെന്ന് പറയുന്നത്. അതിനെ പോലെ എന്ന് വെച്ചിട്ട് പറയുന്നില്ല, അത് തന്നെയാണ് ഇത്. ലൈഫ് ഈസ് എ ജേർണി. ക്ലിയർ? സിമിലിയിൽ എന്താ നമ്മൾ പറഞ്ഞില്ലേ, പോലെ, ഇത് ഇതുപോലെയാണ്. മെറ്റഫർ എത്തുമ്പോൾ അത് ഇത് തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ. പോലെ എന്ന് ഉപയോഗിക്കാതെ നേരിട്ട് അത് തന്നെയാന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്ന് പോലെ എന്ന് പറയാതെ നേരിട്ട് തന്നെ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ലൈഫ് ഈസ് എ ജേർണി. സിമിലിയിൽ നമ്മൾ പറഞ്ഞു ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി, ജീവിതം എന്താണ്, യാത്ര പോലെയാണ്. ഇതിലെന്താ മെറ്റഫറിൽ എത്തുമ്പോൾ ജീവിതം യാത്രയാണ്. അതുപോലെ തന്നെ സിമിലിയിൽ ഷീസ് എൻ ഏഞ്ചൽ, ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, അല്ലെങ്കിൽ ഷീ ഈസ് ലൈക്ക് എ പ്രിൻസസ് എന്ന് പറയും. ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, അവൾ മാലാഖയെ പോലെയാണ്. ഇവിടെ എത്തുമ്പോ എന്താ പറയാ, ഷീ ഈസ് എൻ ഏഞ്ചൽ. ഇവിടെ എത്തുമ്പോൾ അവൾ മാലാഖ തന്നെയാണ്. ഷീ ഈസ് എൻ ഏഞ്ചൽ, അവൾ മാലാഖ തന്നെയാണ്. സിമിലിയിൽ എന്ന് പറയുമ്പോൾ അവൾ മാലാഖയെ പോലെയാണ്. ഇവിടെ പറഞ്ഞു അവൾ മാലാഖ തന്നെയാണ്. ഡിഫറൻസ് കണ്ടോ? ഒന്ന് പോലെയാണ്, മറ്റേത് അത് തന്നെയാണ് എന്ന്. ഓക്കെ, ക്ലിയർ? സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒന്ന് പോലെയാണ്, മറ്റേത് അത് തന്നെയാണ് എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റഫർ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ മനസ്സിലായില്ലേ? ലൈഫ് ഈസ് എ ജേർണി, ഷീ ഈസ് എൻ ഏഞ്ചൽ, ലൈഫ് ഈസ് എ ഡ്രീം. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് വൺ പോവാം. പേഴ്സോണിഫിക്കേഷൻ. വാട്ട് ഈസ് പേഴ്സോണിഫിക്കേഷൻ നോക്കാം നമുക്ക്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യന്റെ ഏതെങ്കിലും ക്വാളിറ്റീസ് നൽകി പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ പറയുന്നത്. അതായത് ജീവനില്ലാത്ത ഒരു വസ്തുക്കൾക്ക് മനുഷ്യന്റെ ഏതെങ്കിലും ക്വാളിറ്റീസ് ചാർത്തി കൊടുത്ത് മനുഷ്യന്റെ ഏതെങ്കിലും ക്വാളിറ്റീസ് നൽകുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. നോക്കിയേ, ഗിവിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ആൻ ഇൻആനിമേറ്റ് ഒബ്ജക്ട്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യന്റെ ഏതെങ്കിലും ഗുണങ്ങൾ ചാർത്തി നൽകുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോ, ദ സൺ ഈസ് ആംഗ്രി ടുഡേ. ദ സൺ ഈസ് ആംഗ്രി ടുഡേ. സൂര്യൻ ഇന്ന് വളരെ ദേഷ്യത്തിലാണ്, അതായത് ചൂട് കൂടുതലാണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് പറയുന്നല്ലേ. ദ സൺ ഈസ് ആംഗ്രി ടുഡേ. സൺ എന്ന വസ്തുവിന് ആംഗ്രി എന്ന ദേഷ്യം ആര വികാര, മനുഷ്യന്റെ ഒരു പ്രത്യേകത, മനുഷ്യന്റെ സ്വഭാവമാണല്ലേ ആംഗ്രി, ദേഷ്യപ്പെടുക. ക്ലിയർ? മനുഷ്യന്റെ ഒരു ഗുണം, അതായത് മനുഷ്യന്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ മറ്റേ സ്വഭാവങ്ങളിൽ പെടുന്നതല്ലേ മനുഷ്യന്റെ ഗുണം അല്ലെങ്കിൽ സ്വഭാവം അല്ലെ. ക്ലിയർ? സൺ ഈസ് ആംഗ്രി ടുഡേ. സൺ ഈസ് ആംഗ്രി ടുഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗ്രി എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂട്, ഇന്ന് സൂര്യൻ ഭയങ്കര ചൂടാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സണ്ണിനെ പേഴ്സോണിഫൈ ചെയ്തു. ഏതിന്? മനുഷ്യന്റെ ഒരു സ്വഭാവമായിട്ട്, മനുഷ്യന്റെ ഒരു സ്വഭാവമായിട്ട് എന്ത്? ആംഗ്രി അല്ലെ. ദ സൺ ഈസ് ആംഗ്രി ടുഡേ. വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ, സ്റ്റാർ സ്മൈൽഡ് അറ്റ് മീ. ദ സ്റ്റാർ സ്മൈൽഡ് അറ്റ് മീ. ദ സ്റ്റാർ സ്മൈൽഡ് അറ്റ് മീ. നക്ഷത്രം എന്നെ നോക്കി ചിരിക്കുക എന്നുള്ളത് ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ്, ഹ്യൂമൻ ക്യാരക്ടറാണ്, ഹ്യൂമൻ ക്വാളിറ്റിയാണ്. അത് സ്റ്റാർസിന് കൊടുത്തു. ദ സ്റ്റാർസ് സ്മൈൽഡ് അറ്റ് മീ. ക്ലിയർ? അതിന് ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ക്വാളിറ്റി, ഹ്യൂമന്റെ ക്വാളിറ്റി ചാർത്തി കൊടുത്തു. ദ സ്റ്റാർ സ്മൈൽഡ് അറ്റ് മീ. ക്ലിയർ? അതാണ് പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ് അലിട്രേഷൻ നമുക്ക് നോക്കാം. എന്താണ്? വാട്ട് ഈസ് അലിട്രേഷൻ? ഇറ്റ് ഈസ് എ വേർഡ്സ് ദാറ്റ് ബിഗിൻ with the same consonant sound in a sentence. With the same consonant sound in a sentence. അതായത് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനെ നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. നോക്കിയേ, ഒരു വാക്കുകളുടെ തുടക്കത്തിൽ ഒരേ തരത്തിലുള്ള കോൺസണന്റ് സൗണ്ട് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. ക്ലിയർ? നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ അലിട്രേഷനും കൂടുതൽ. റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് നോക്കിയേ, അത് ബിഗിനിൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ
കോൺസണന്റ് സൗണ്ട്സിൽ. കോൺസണന്റ് സൗണ്ട് ഏതാന്നൊക്കെ നമുക്കറിയാം അല്ലെ. അത് എ ഇ ഐ ഒ യു ഒഴികെ ബാക്കിയുള്ള ലെറ്റർ നമ്മൾ കോൺസണൻസ് എന്ന് പറയാം. കോൺസണന്റ് സൗണ്ട്സ് നമുക്ക് അറിയാം. കോൺസണന്റ് സൗണ്ട്സിൽ വരുന്ന കോൺസണന്റ് സൗണ്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നത്, അതായത് റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്. ഒരേ വാക്കുകളുടെ തുടക്കത്തിൽ ഒരേ കോൺസണന്റ് സൗണ്ട് ആവർത്തിച്ചു വരുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. കോൺസണൻസ് അല്ലേ? കോൺസണന്റ് സൗണ്ട് അല്ലേ? കോൺസണന്റ് സൗണ്ട് അല്ലേ ല്? നമ്മള് വവൽസും കോൺസണൻസും പഠിച്ചല്ലേ? വവൽസ് ഏതൊക്കെയാ? എ ഇ ഐ ഒ യു. കോൺസണൻസ് ബാക്കിയുള്ളത് അല്ലേ? സി ഡി ബി എക്സെട്ര. ഓക്കെ. കോൺസണന്റ് സൗണ്ട്സ്, കോൺസണൻസ്, റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. ഇവിടെ നോക്കിയേ. ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. ലിറ്റിൽ ലു. ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. സൗണ്ട് അല്ലെ? സൗണ്ട്. ക്ലിയർ? റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്. അതൊക്കെ ആ ഒരു പോമിന് ഒരു ആലങ്കാരികത കൊടുക്കുന്നില്ലേ? ഒരു സൗന്ദര്യം, ഒരു രസമില്ല നമുക്കത്. എന്താണ്, നമ്മൾ ആ ഒരു പോം വായിക്കുമ്പോ ഒക്കെ നമുക്കതൊരു ആ ഒരു റിപ്പീറ്റേഷൻ നമുക്ക് കൂടുതൽ ആലങ്കാരികത ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അതാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് ആലങ്കാരികത ഉണ്ടാക്കുന്നത് പറയുന്നത്. ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. സൗണ്ട്സ്. ക്ലിയർ? റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട് ആണ് അലിട്രേഷൻ. വേറെ എക്സാമ്പിൾ നോക്കിക്കോ. ഗ്രീൻ ഗ്രാസ് ഗ്രോ. ഗ്രീൻ ഗ്രാസ് ഗ്രോ. ഗ്രീൻ ഗ്രാസ് ഗ്രോ. സൗണ്ടിന്റെ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആ ഒരു വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഗ്രീൻ ഗ്രാസ് ഗ്രോ. അതുപോലെ തന്നെ ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. അത് തന്നെ അല്ലെ? നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് അതാ ഫിഗർ ഓഫ് സ്പീച്ച് അസോണൻസ്. വാട്ട് ഈസ് അസോണൻസ്? അസോണൻസ് എന്ന് പറഞ്ഞാല് അലിട്രേഷൻ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്. റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്. അലിട്രേഷനിൽ നമ്മൾ പറഞ്ഞു റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്. ഇതിൽ വ്യത്യാസം എന്താ? റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്. റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്. അതായത് വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. എ ഇ ഐ ഒ യു വവൽ സൗണ്ട്സ്. നമുക്ക് വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് നമ്മള് എന്ത് വവൽ സൗണ്ട്സിന്റെ റിപ്പീറ്റേഷൻ നമ്മൾ അസോണൻസ് എന്ന് പറയാം. ഓക്കെ. റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്. റെയിൻ ഇൻ സ്പെയിൻ. falls mainly. Rain in the rain. The rain in Spain falls mainly on the plain. A sound. Vowel sound അല്ലെ? വവൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ് അസോണൻസ്. എ സൗണ്ട്. ക്ലിയർ? വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. വവൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ് അസോണൻസ്. ക്ലിയർ? നോക്കിയേ. ഹി സൗണ്ട്. ഹി claps his hand. He claps his hands and stamps his feet. Clear? Claps hands, stamps, sound. അതായത് വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് നമ്മൾ അസോണൻസ് എന്ന് പറയാം. ക്ലിയർ? അതുപോലെ തന്നെ വേറെ നോക്കിക്കോ. ബാറ്റ് sat. The bat sat on the hat. The bat sat on the hat. ആ സൗണ്ട് റിപ്പീറ്റ് ചെയ്തത്. വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട് ആണ് അസോണൻസ്. ക്ലിയർ? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? സിമിലി പഠിച്ചു, മെറ്റഫോർ പഠിച്ചു, അലിട്രേഷൻ പഠിച്ചു, ദെൻ അസോണൻസ്. ക്ലിയർ അല്ലേ മക്കളെ? ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യാം. സിമിലി പറഞ്ഞാൽ പോലെയാണ്. ഏസ് ഓർ ലൈക്ക് വെച്ച് കമ്പയർ ചെയ്യുന്നു. ഇന്ന് മറ്റൊന്നിനെ പോലെയാണ്. ലൈഫ് ഈസ് ലൈക്ക് എ ജേർണി. ദെൻ മെറ്റഫോർ എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെയാണ്. പോലെ എന്നില്ല, അത് തന്നെയാണ്. ഷീസ് എൻ ഏഞ്ചൽ. അവൾ മാലാഖയാണ്. മറ്റേതിലെന്താ? ഷീസ് ലൈക്ക് എൻ ഏഞ്ചൽ ആണ്. ഇവിടെ എന്താ പറയുന്നത്? അവൾ മാലാഖ തന്നെയാണ്. ക്ലിയർ? മെറ്റഫോറും സിമിലി തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ദെൻ അലിട്രേഷൻ സെന്റൻസ് മനസ്സിലായില്ലേ? അലിട്രേഷൻ റിപ്പീറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്. സോ അസോണൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്. ക്ലിയർ? ഇപ്പൊ ഇതൊക്കെ പഠിച്ചപ്പോ നമുക്ക് മനസ്സിലായി ഇതൊക്കെ എന്തുണ്ട്? ഒരു പോമിന് ആലങ്കാരികത, ഒരു ബ്യൂട്ടി കൊടുക്കുന്നുണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മൾ അലിട്രേഷനിൽ പറഞ്ഞു ലിറ്റിൽ ലൂസി ലവ്സ് ലോലിപോപ്പ്. ആ ഒരു എന്താണ് റിപ്പീറ്റേഷൻ നമുക്ക് കൂടുതൽ ആ ഒരു പോം വായിക്കുമ്പോൾ ഒരു രസം കൊടുക്കുന്നു, ഒരു ആലങ്കാരികത കൊടുക്കുന്നുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാല് ലിറ്റററി സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന എന്താണ്
സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങളാണ് ഫിഗർ ഓഫ് സ്പീച്ച്. സിമിലി, മെറ്റഫോർ, അലിട്രേഷൻ, അനസൊണൻസ്, അങ്ങനെ ഒരുപാടുണ്ട്. ദെൻ പേഴ്സോണിഫിക്കേഷനും പറഞ്ഞല്ലേ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഹ്യൂമൻ ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുന്നത്, ഒരു വസ്തുവിന് ഹ്യൂമൻ ക്വാളിറ്റി കൊടുക്കുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് ഫിഗർ ഓഫ് സ്പീച്ച് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്